ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ഓഫ് മോളു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് ആണ്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സ്നാക്സിനുള്ള ബാറ്റർ തയ്യാറാക്കാനായി ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ഒനിയനാണ് എടുത്തിരിക്കുന്നത്. അതിന് ഈ 1 ഗ്ലാസ് അളവിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒനിയൻ കൂടുതൽ എടുക്കുന്നത് അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ മൈദാമാവിൻ്റെ അളവ് കൂട്ടേണ്ടതാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ആ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഇല്ലേ, അതും കൂടെ ഒന്ന് അമർത്തണം. അത് അമർത്തിയാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഈ മൈദയിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇത് മുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടി കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഒരു ഗ്ലാസ്സിൽ 1/4 കപ്പ് അളവിലാണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ കട്ടയൊന്നുമില്ലാതെ ഇങ്ങനെ നമ്മൾ സ്പൂണും കൊണ്ട് കോരി എടുക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വീഴുന്ന ഒരു പരുവത്തിൽ വേണം. ഇപ്പോൾ ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവാളയാണ് അരിഞ്ഞിരിക്കുന്നത്. വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൊരു എണ്ണമയവും അതൊക്കെ പോകാനാണ്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് നമുക്ക് ആവശ്യം. എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ 3-4 ബ്രെഡ് ക്രംസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഒനിയൻ റിങ്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒനിയൻ റിങ്സ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ സ്നാക്സാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.